ജീവിതവും രാഷ്ട്രീയവും സിനിമയൊക്കെ കൂട്ടിക്കുഴഞ്ഞ് കൂളിംഗ് ഗ്ലാസ് എന്നൊരു പരമ്പര ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്യേണ്ടായി. എന്നാൽ ഏകദേശം 25 എപ്പിസോഡായ സമയത്ത് അപ്രതീക്ഷിതമായി എനിക്കൊരു സീരിയലിൽ അഭിനയിക്കാൻ അവസരം കിട്ടുകയും അതിൻ്റെ പോക്കുമായി ബന്ധപ്പെട്ട് ആ ഒരു മീഡിയ കട്ടാവുകയും ചെയ്തു. ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് എന്തോ അതിലേക്ക് വീണ്ടും തിരിച്ച് കയറാൻ എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ പലതുകൊണ്ടും ഒത്തില്ല. ഇപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഒരു സിനിമാ മേഖലയിലേക്കുള്ളൊരു യാത്രയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കത്തിലാണ് ഞാനിപ്പോൾ. രാഷ്ട്രീയത്തോട് പരിപൂർണമായും ഒരകലം എങ്ങനെയോ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതങ്ങനെയാണ്. അനുഭവങ്ങൾ നമ്മെ ഒരുപാട് വേദനകളിലേക്ക് എവിടെ ചെന്നാലും അങ്ങനെയാണ്. നമ്മളിങ്ങനെ വേദനിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതൊരു അങ്ങനത്തെ ഒരു അവസ്ഥാന്തരമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖല വിട്ട് പരിപൂർണമായി എൻ്റെ പഴയ സിനിമാ മേഖലയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഈ ആഴ്ച 10-ാം തീയതി കഴിഞ്ഞൊരു യാത്ര വരുന്നു. അപ്പോൾ അതിനോട് എനിക്ക് തോന്നി വീണ്ടും എൻ്റെ കൂളിംഗ് ഗ്ലാസ് എന്ന എപ്പിസോഡ് ആരംഭിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനൊരു 1-2 എപ്പിസോഡിൽ ഒതുക്കി പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്ര മതി. അത് വിശദമായൊരു ഓട്ടത്തിൽ പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആളുകൾ പിന്നെ എപ്പോഴെങ്കിലും സിനിമ പറയുന്നതിനിടയ്ക്ക് രാഷ്ട്രീയം പറയേണ്ട വേദി കടന്നു വരികയാണെങ്കിൽ പറയുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ സിനിമാ വേദിയിൽ ഞാനിതിനിടയ്ക്ക് ഒരു സല്ലാപം എന്ന് പറയുന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചൊരു സംഭവം ഇട്ടപ്പോൾ തന്നെ നിരവധി പരിചയക്കാരെന്നെ വിളിച്ചു. വിജയൻ, ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾ കൂടുതൽ പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ വളരെ നല്ല സുഹൃത്തുക്കളൊക്കെ വിളിച്ചു. അപ്പോൾ ഇന്നലെ യാദൃശ്യമായിട്ടൊരു ഫംഗ്ഷൻ പോയപ്പോൾ അവിടെ വെച്ച് ഒരാൾ പറഞ്ഞു, ഞാൻ വിജയൻ്റെ എപ്പിസോഡ് കാണാറുണ്ട്, നന്നായിരുന്നു. നിങ്ങൾ സിനിമയിൽ ഇങ്ങനെയൊക്കെ കളിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ഫുൾ സിനിമയുടെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും കേൾക്കാൻ കൗതുകം തോന്നുന്ന കുറേ എപ്പിസോഡുകളായിരിക്കും എൻ്റെ സിനിമാ ജീവിതം. ഒരുപക്ഷേ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സിനിമകളും ചിലപോലെ അനുഭവ സമ്പത്തുകളിലൂടെ വർക്ക് ചെയ്തിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഷൊർണൂർക്കാരറിയാതെ പോയ കുറേ സിനിമാ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ എൻ്റെ ഷൊർണൂർക്കാരോടൊപ്പം തന്നെ കേരളത്തിൽ എന്നെ അറിയുന്ന എല്ലാവരോടും പങ്കുവെക്കണം എന്നുള്ളൊരാഗ്രഹം കടന്നു വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ വീണ്ടും കൂളിംഗ് ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഉടനെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കൂളിംഗ് ക്ലാസ്സിലൂടെ രാഷ്ട്രീയത്തിൻ്റെ കുറച്ച് ഏടുകളും കൂടുതൽ സിനിമയുടെ ഏടുകളും സിനിമയിലെ രസകരമായ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നൊരു എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. എല്ലാവിധത്തിലുള്ള നിങ്ങളുടെ സപ്പോർട്ടും ആ എപ്പിസോഡുകൾക്ക് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണം എനിക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബുധനാഴ്ച മുതൽ എൻ്റെ എപ്പിസോഡ് വീണ്ടും ആരംഭിക്കുന്നവരെ ഒരിക്കൽ കൂടി അറിയിക്കാനാണ് ഈ എപ്പിസോഡ് ഞാൻ വന്നത്. നന്ദി, നമസ്കാരം.